സംഘർഷാവസ്ഥ. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് ചുവപ്പ് പെയിന്റ് അടിക്കാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസ് താഴിട്ട് പൂട്ടി. CPIM-ൽ ചേർന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ മോഹൻകുമാറിന്റെ നേതൃത്വത്തിലാണ് പൂട്ടുപൊളിക്കാൻ ശ്രമിച്ചത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അജിത് ബാബു ചേരുന്നു. അജിത്ത്, ഈ വാർത്ത കേൾക്കുമ്പോഴും ദൃശ്യം കാണുമ്പോഴും ഒരു സിനിമയിലെ കോമഡി സീൻ പോലെയൊക്കെ തോന്നുന്നു എങ്കിലും യാഥാർത്ഥ്യമാണ് മുന്നിൽ നടക്കുന്നത്. എന്താണ് ഇദ്ദേഹത്തെ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്? പാർട്ടി വിട്ടുപോയിട്ട് പഴയ പാർട്ടി ഓഫീസിന് വന്ന് പെയിന്റ് അടിക്കുന്നത് എന്തിനാണ്? സത്യത്തിൽ എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി പത്മ, ഇന്ന് രാവിലെയാണ്, അതായത് പാലക്കാട് കോട്ടായിലെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കെ മോഹൻകുമാർ CPM-ൽ ചേർന്നത്. CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് CPM ജില്ലാ സെക്രട്ടറി മോഹൻകുമാറിനെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. മോഹൻകുമാറിനൊപ്പം ഈ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ കുറച്ച് പ്രവർത്തകർ ഉൾപ്പെടെ CPM-ന്റെ ഭാഗമാകുകയും ചെയ്തു. അതിനുശേഷം ഈ DCC നേതൃത്വത്തെ ശക്തമായി വിമർശിച്ച് തന്നെ മോഹൻകുമാർ രംഗത്തെത്തി. നേരത്തെ തന്നെയും ഈ പാർട്ടിയുമായി വലിയ തരത്തിലുള്ള കോൺഗ്രസുമായി വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ മോഹൻകുമാറിന് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി വിവിധ കൺവെൻഷൻ ഉൾപ്പെടെ നടന്നത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി പ്രദേശത്ത് സൃഷ്ടിച്ചിരുന്നു. DCC പ്രസിഡന്റ് ഉൾപ്പെടെ ഗ്രൂപ്പിന് വഴിയൊരുക്കുന്നു എന്നുള്ള ആരോപണമായിരുന്നു മോഹൻകുമാർ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, ഷാഫി പറമ്പിലിനെതിരെ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള വിമർശനവും ഉന്നയിച്ചുകൊണ്ടായിരുന്നു മോഹൻകുമാർ കോൺഗ്രസിനുള്ളിൽ നിന്നത്. പ്രത്യേകിച്ചും ഷാഫിയുടെ കൂടെ നടക്കുന്നത് കൊണ്ടാണ് രാഹുലിന് പാലക്കാട് സീറ്റ് കിട്ടിയതെന്നും ഷാഫി പറമ്പിൽ പാലക്കാട് ജയിക്കുന്നത് വർഗീയ പറഞ്ഞാണെന്നും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ കോൺഗ്രസിൽ നിന്ന് പുറത്തെത്തി CPM-ൽ ചേർന്ന ഇന്ന് തന്നെ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരും ഉൾപ്പെടെ ഈ കോട്ടായിലെ കോൺഗ്രസിന്റെ ഓഫീസിലേക്ക് എത്തുന്നത്. അവിടെ ആ കോൺഗ്രസിന്റെ ഓഫീസ് അവിടേക്ക് എത്തിക്കൊണ്ട് ഈ ഓഫീസ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടേക്ക് എത്തിയത്. രണ്ട് വിഭാഗത്തും പ്രവർത്തകർ തമ്പടിക്കുന്ന സാഹചര്യമുണ്ടായി. നേരത്തെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അവർ തലയെടുത്തുകൊണ്ട് ഇത്തരത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടെടുത്തു. ഇതോടുകൂടി ഇതൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. പോലീസ് സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു വിഭാഗം പറയുന്നത് 70 വർഷമായി ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഓഫീസായിരുന്നു ഇത്, ആ കോൺഗ്രസിന്റെ ഓഫീസായി തന്നെ ഇത് തുടരണം. ഒരു വ്യാജമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മോഹൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് അനുവദിക്കില്ല. കോൺഗ്രസിന്റെ ഓഫീസായി തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് ഈ നിലവിലെ അവിടെ കോൺഗ്രസിൽ ബാക്കിയുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. പക്ഷെ മോഹൻകുമാർ ഉൾപ്പെടെ പറയുന്നത് 2 ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ് ഈ കാര്യത്തിൽ ഒരു എഗ്രിമെന്റ് പുതുക്കുകയുണ്ടായി. ഈ സ്ഥലത്തിന്റെ ഉടമയായിട്ടുള്ള ആള് തന്റെ പേരിലാണ് എഗ്രിമെന്റ് പുതുക്കി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തനിക്കാണ് ഇപ്പോൾ അതിലൂടെ അധികാരമുള്ളത്. കോൺഗ്രസിന്റെ ഔദ്യോഗികമായ സ്ഥലമല്ല അത് എഗ്രിമെന്റിന്റെ പുറത്ത് മാത്രമാണ് നിലനിർന്നത്. ഇപ്പോൾ അതിന്റെ എഗ്രിമെന്റ് തന്റെ പേരിലാണ്. അതുകൊണ്ട് അവിടെ തനിക്ക് ഇഷ്ടമുള്ള പാർട്ടിയുടെ ഭാഗമായിട്ടാണ് അത് പ്രവർത്തിക്കേണ്ടത്. മറിച്ച് കോൺഗ്രസുമായി ബന്ധപ്പെട്ടൊരു ഓഫീസ് അല്ല അതെന്നുള്ള വാദമാണ് മോഹൻകുമാറിന്റെ കൂടെയുള്ളവർ ഉന്നയിക്കുന്നത്. ഏതാണെങ്കിലും ഇതൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത് ഏത് നിലയ്ക്ക് ഡെവലപ്പ് ആകുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. മാത്രമല്ല, നമുക്ക് ഒരു നാട്ടിലെ പാർട്ടി ഓഫീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ആ നാട്ടിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് അവിടുത്തെ പ്രവർത്തകർക്ക് വൈകാരികമായിട്ടുള്ള അടുപ്പമുള്ള ഒരു സ്ഥലമായിരിക്കും. അവിടെയാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും അത് എങ്ങനെ ആ പ്രശ്നം വളരുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയില്ല. നേതാണെങ്കിലും ഇവിടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത്. പോലീസ് വലിയ തരത്തിലുള്ള ജാഗ്രതയിലാണ് സ്ഥലത്ത് നിൽക്കുന്നത്. ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇരു വിഭാഗം പ്രവർത്തകരും പലതവണ അങ്ങോട്ടേക്കും ഇങ്ങോട്ടും ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. മോഹൻകുമാർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട്. കൂടുതൽ നേതാക്കൾ സ്ഥലത്ത് എത്തിയിട്ടില്ല. അപ്പോൾ പോലീസ് ഈ കാര്യങ്ങൾ പരിഹരിക്കാനായുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. ലക്ഷ്മി പത്മ. അജിത്ത്, ഈ പാലക്കാട് കോൺഗ്രസിനകത്ത് പുകയുന്ന പ്രശ്നങ്ങളുടെ കൂടി ഒരു പ്രതിഫലനം, നേർക്കാഴ്ചയാണ് അവിടെ കാണാൻ കഴിയുന്നത് എന്ന് തോന്നുന്നു, അല്ലേ?
തീർച്ചയായും അത് തന്നെയാണ്. അതായത് പാലക്കാട് പ്രത്യേകിച്ച് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലൊരു സംഭവം പാലക്കാട് തന്നെ ഉണ്ടാകുക എന്നുള്ളത് പ്രത്യേകിച്ചും അത് കോൺഗ്രസിനെ സംബന്ധിച്ച് എവിടെയാണെങ്കിലും അത് ദോഷം ചെയ്യുന്ന കാര്യം തന്നെയാണ്. മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. അത്തരത്തിലൊരു പോസ്റ്റ് കൈകാര്യം ചെയ്തിരുന്ന ഒരാൾ CPM ചേരുകയും കോൺഗ്രസിനുള്ളിലെ പ്രശ്നമാണ് താൻ പുറത്തേക്ക് പോകാൻ കാരണമെന്ന് പറയുകയും ചെയ്യുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏതാണെങ്കിലും തലവേദനയാണ്. അതിനപ്പുറത്തേക്ക് ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനും DCC പ്രസിഡന്റ് തങ്കപ്പനുമെതിരെയൊക്കെ ഗുരുതരമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് മോഹൻകുമാർ പുറത്തേക്ക് പോയത് എന്നൊന്നും വളരെ എടുത്തു പറയേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന പ്രശ്നം ഇതിനുള്ള അപ്പുറത്തേക്ക് ഈ പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് ഈ പാർട്ടി ഓഫീസ് ആരുടേതാണ് എന്നുള്ള തർക്കമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കോൺഗ്രസിന്റെയായി നീണ്ടകാലമായി പ്രവർത്തിച്ചിരുന്ന ഒരു ഓഫീസ് സ്വാഭാവികമായും അത് അവിടുന്ന് മറ്റൊരു പേരിലേക്ക് മാറ്റണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികമായ പ്രതികരണമാണ് കോൺഗ്രസിന്റെ നിലവിലുള്ള അവിടുത്തെ പ്രവർത്തകരിൽ നിന്ന് ഉണ്ടാകുന്നത്. അതേസമയം എഗ്രിമെന്റ് തന്റെ പേരിലാണെന്നും അതുകൊണ്ട് ഇത് ഒരു കോൺഗ്രസിന്റെ പ്രൈവറ്റ് സ്വത്തല്ലെന്നും അതൊരു എഗ്രിമെന്റിന്റെ പേരിൽ ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്ന് എഗ്രിമെന്റ് വാങ്ങി നടത്തുന്നതാണെന്നും അത് തന്റെ പേരിലാണെന്നും താനാണ് അതിന് ഉത്തരവാദി എന്നുമുള്ളതാണ് മോഹൻകുമാറിന്റെ കൂടെ നിൽക്കുന്നവർ പറയുന്നത്. ഏതാണെങ്കിലും ഈ കാര്യത്തിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള സംഘർഷ സാധ്യതയാണ് സ്ഥലത്ത് നിലനിൽക്കുന്നത്. അത് ഏത് നിലയ്ക്ക് ഡെവലപ്പ് ആകുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പറയാൻ കഴിയില്ല ലക്ഷ്മി പത്മ. തീർച്ചയായും അവിടെ ഒരു സംഘർഷാവസ്ഥ നിലവിൽ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് K മോഹൻകുമാറിന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് ഓഫീസ് പൂട്ടുപൊളിക്കാനടക്കമുള്ള ശ്രമം, പെയിന്റ് അടിക്കാനുള്ള ശ്രമമൊക്കെ നടന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഓഫീസ് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പാർട്ടി വിട്ട് CPM ചേർന്നു. ഏതായാലും പാലക്കാട് കോൺഗ്രസിനകത്ത് കാര്യമായി ചിലത് പുകയുന്നുണ്ട് എന്നത് തന്നെയാണ് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അജിത് ബാബുവാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.